ഹലോ ഹായ് ഫ്രണ്ട്സ്. ഈ കഴിഞ്ഞ 24-ന് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകുന്ന ഒരു കുഞ്ഞു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന ടൈമിൽ നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. അങ്ങനെ മഴയത്ത് അപ്പോൾ അവിടെ നിന്നൊരു ചെറിയൊരു ബ്ലോക്ക് കുടുങ്ങി. അതാണ് ഞാൻ അവിടെ വീഡിയോ ഒന്ന് തിരിഞ്ഞു പോയത് കേട്ടോ എടുക്കുമ്പം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കല്യാൺ സിൽക്സ് വരുന്നത്, ടെക്സ്റ്റൈൽസ്. നമ്മുടെ കല്യാൺ സിൽക്സ് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ താഴേക്കൊന്ന് ഉരുണ്ടാൽ മതി കല്യാൺ സിൽക്സ് എത്തും. അപ്പോൾ തൊണ്ടയാട്ടിലെ ആ സിഗ്നലിൻ്റെ അവിടെയാണ് കേട്ടോ അപ്പോൾ ഉള്ളത്. അപ്പോൾ കല്യാൺ സിൽക്സ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയാലാണ് നമ്മുടെ സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ വരുന്നത്. ഞാൻ എൻ്റെ ലോങ് വീഡിയോ മുന്നത്തെ ചെയ്ത വീഡിയോയിൽ മൊത്തം ഞാനിത് കാണിച്ചിട്ടുണ്ടാവും. സ്റ്റാർ കെയർ ഹോസ്പിറ്റലും പറഞ്ഞിട്ടുണ്ടാവും, കല്യാൺ സിൽക്സിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത് വരുന്നത് അതാണ് കേട്ടോ, അതുകൊണ്ടാണ് അതിനെപ്പറ്റി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞാൻ അധികമൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, കാരണം ഫുൾ ബൈപ്പാസാണ് വരുന്നത്. അപ്പം പിന്നെ ഞാൻ വെച്ചു അമ്പലത്തിൻ്റെ അടുത്തെത്തിയിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാമെന്ന്. അപ്പം ഇത് നമ്മളവിടെ നിന്ന് സിഗ്നൽ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഭാഗമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ വരുന്നത്. അങ്ങനെ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൻ്റെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയില്ല, എനിക്ക് ഈ വണ്ടിയിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് മൊബൈലിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ല. എനിക്ക് എന്തോ വൊമിറ്റ് ചെയ്യാനോ തല ചുറ്റുമോ എന്തൊക്കെയോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ മൊബൈലിലേക്ക് അങ്ങനെ നോക്കുമ്പോഴേക്കും എനിക്ക് അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇതാണ് അമ്പലത്തിൻ്റെ അടുത്തെത്തിയിട്ടോ. ഞാനത് പറഞ്ഞ വലിങ്ങനെ ഞാൻ വീഡിയോ ബൈപ്പാസിലെ മുകളിൽ അങ്ങനെ എടുത്തിട്ടില്ല. ഇതാണ് കേട്ടോ അമ്പലത്തിലോട്ട് കയറുന്ന ആ ഭാഗം. ചേളന്നൂരാണ് കേട്ടോ, ചേളന്നൂർ ധന്വന്തരി മൂർത്തി ക്ഷേത്രം. അപ്പം ചേളന്നൂരുള്ളവരായാലും ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാവുന്നതായിരിക്കും. അപ്പം ചേളന്നൂർ ധന്വന്തരി മൂർത്തി ക്ഷേത്രം കേട്ടോ. അപ്പോൾ അതവിടെ മഴ പെയ്തിട്ടൊക്കെ ഫുള്ള് ചളിവെള്ളവും ഒക്കെ പടായിട്ടാണ്. പക്ഷേ അമ്പലത്തിനുള്ളിലൊക്കെ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവിടെ നമ്മൾ കാറ് പാർക്ക് ചെയ്യുന്ന ഭാഗത്ത് മാത്രം കുറച്ച് വെള്ളം മാത്രം നിൽക്കുന്നുണ്ട്. പിന്നെ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തിയപ്പം പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അമ്പലത്തിൻ്റെ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് ഞാൻ എടുത്തതാട്ടോ, നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാം അമ്പലം എന്ന് വിചാരിച്ചിട്ട്. നമ്മൾ അമ്പലത്തിൽ അങ്ങനെ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള പൊതുവെ പറയുക. അപ്പോൾ ഞാൻ നടക്കൽ നിന്ന് അങ്ങനത്തെ എടുത്തില്ല. പിന്നെ ഞാനിപ്പുറത്ത് നിന്നപ്പം ഹസ്ബൻഡ് പോയി പ്രാർത്ഥിക്കണ ഭാഗമൊന്നും ഞാൻ എടുത്തു അത്ര തന്നെ. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. തിരിച്ചു പോകുന്നതും ഞാൻ പറഞ്ഞില്ലേ ബൈപ്പാസ് റോഡ് വഴി ആയതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. പിന്നെ പ്രസാദം അവിടെ പൂജ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രസാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പായസം ഉണ്ടായിരുന്നു, നമ്മളെ ഗണപതി ഹോമം കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രസാദം, പാൽപ്പായസം ഉണ്ടായിരുന്നു, നമ്മുടെ ശർക്കര പായസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം കിട്ടി ഞങ്ങൾ തിരിച്ചു പോന്നു. ചെറിയ മോൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, മോന് ക്യാമ്പുള്ളതുകൊണ്ട് അവൻ പോകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്ന ഭാഗമാണ് കേട്ടോ അത്. അമ്പലത്തിൻ്റെ അത്രയും എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ, ക്ഷമിക്കണം എല്ലാവരും, കാരണം അമ്പലത്തിൽ നിന്ന് അങ്ങനെ എടുക്കാൻ പാടില്ലല്ലോ. അപ്പം പോവാത്തവരുണ്ടെങ്കിൽ പോവാ കേട്ടോ. ധന്വന്തരി മൂർത്തി ക്ഷേത്രം ചേളന്നൂർ. അപ്പോൾ അവിടെ നിന്ന് കണ്ടോ ആ വയൽ കണ്ടോ, എന്തൊരു ഭംഗിയാണ് കാണാൻ, നല്ല രസമല്ലേ. അപ്പോൾ അവിടെ കുറേ പക്ഷികളുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇടയ്ക്ക് വീഡിയോ ഓഫാക്കും ഇങ്ങനെ കളിക്കുന്നതുകൊണ്ടേ. കോരായി ശ്രീ ധന്വന്തരി ക്ഷേത്രം കേട്ടോ, അതാണ് കേട്ടോ അമ്പലത്തിൻ്റെ പേര്. പിന്നെ തിരിച്ച് പോരുമ്പോൾ ഫുള്ള് ബൈപ്പാസ് റോഡ് വഴിയല്ലേ, പിന്നെ ഞാനൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഹസ്ബൻഡിനെ വിളിച്ച് കാണിക്കാൻ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പിന്നെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കാണിക്കാൻ നോക്കുമ്പം പിന്നെ മൂപ്പ് ചിലപ്പോൾ ഇതിലേക്ക് ക്യാമറയിലേക്ക് നോക്കുന്ന സമയത്തെ വെറുതെ നമ്മൾ അപകടങ്ങൾ വിളിച്ച് വരുത്തണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ വീടിൻ്റെ ആ ഭാഗത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ സ്റ്റാർ കെയറിൻ്റെ ഭാഗത്തേക്ക് എത്തി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വലിയ വിഷയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മുഴുവനായിട്ട് അങ്ങ് എടുക്കാഞ്ഞത് കേട്ടോ. എനിക്കിങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ തീരെ എനിക്ക് മൊബൈലിലേക്ക് നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മുഴുവനായിട്ട് ബൈപ്പാസ് പോകുന്നത്. പിന്നെ വേറെ ഒന്നുമില്ലല്ലോ, വെറും ബൈപ്പാസിൽ ഇങ്ങനെ പോകുന്നതല്ലേ, അതുകൊണ്ടാണ് കേട്ടോ വെറുതെ ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ തൊണ്ടയാട് മേൽപ്പാലം കണ്ടോ, അതിൻ്റെ താഴെ കൂടിയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കല്യാൺ സിൽക്സ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ പറയുന്നത്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കല്യാൺ സിൽക്സ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കാരണം പൂജ കഴിഞ്ഞ് ഞങ്ങൾക്ക് പ്രസാദമൊക്കെ കിട്ടുമ്പോഴേക്കും കുറച്ച് ലേറ്റായി. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ കയറി ഫുഡെല്ലാം കഴിച്ചു. അതൊന്നും ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ കല്യാണസിൻ്റെ തൊട്ട മുന്നിൽ കൂടെ തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് പോകേണ്ടത്. ഫ്രണ്ട് ഭാഗമാണിത്. ഇതിൻ്റെ ഭാഗത്ത് കൂടെ പോയി തൊട്ടടുത്ത് തന്നെയാണ് സ്നാരകത്ത് ശ്രീ ഭഗവതി ക്ഷേത്രം.
ഒരുവിധം എല്ലാവർക്കും അറിയുന്നൊരു അമ്പലമാണ്. റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ, തൊണ്ടയാട് റോഡ് സൈഡിൽ തന്നെയാണ് നാലകത്ത് ശ്രീ ഭഗവതി ക്ഷേത്രം. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പൊറ്റമ്മൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ പൊറ്റമ്മൽ വഴിയാണ് കേട്ടോ ഞങ്ങൾ ഇപ്രാവശ്യം വീട്ടിലേക്ക് പോയത്. സാധാരണ പോയാൽ തൊണ്ടയാട് വഴിയാണ്. ഏത് ഭാഗത്ത് കൂടി പോയാലും ഞങ്ങൾ വീട്ടിലെത്താം കേട്ടോ. കുറേ 4 ഭാഗത്തും വഴികളുണ്ട്, അതുകൊണ്ട് പിന്നെ ഏത് വഴിയെ പോയാലും എത്താം. അപ്പോൾ അറിയാത്തവരൊക്കെ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിലെത്തിപ്പെടുക എന്ന് പറഞ്ഞാലേ. അപ്പോൾ ഇതാ ഞങ്ങൾ വീടെത്താറായി. ഞങ്ങൾ വീടിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി വൈകുന്നേരം ഞങ്ങൾ അമ്പലത്തിൽ പോയ ഒരു കുഞ്ഞു വീഡിയോയും കൂടി ഉണ്ട് കേട്ടോ, അതും കൂടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിറന്നാൾ ആഘോഷം ഉണ്ടായിരുന്നത്. അല്ലാതെ കേക്ക് കട്ടിങ്ങോ അങ്ങനത്തെ യാതൊരു സംഭവങ്ങളും ഉണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണ ഒരു ജന്മദിനാഘോഷം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇവിടെയാണ് കേട്ടോ ഞങ്ങളുടെ വീട് വരുന്നത്. അപ്പം വീട്ടിൽ ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട്, അപ്പോൾ അത് കാരണം ഞാൻ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ വൈകിട്ട് വീണ്ടും ഞങ്ങൾ അമ്പലത്തിലേക്ക് തന്നെയാണ് കേട്ടോ പോയത്. തളിശിവ മഹാക്ഷേത്രത്തിലാട്ടോ ഞങ്ങൾ വൈകിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ മിക്കവാറും പോകുന്ന ഒരമ്പലമാണ് കേട്ടോ തളിക്ഷേത്രം. അതുകൊണ്ട് തന്നെ തളിക്ഷേത്രത്തിനെ പറ്റിയിട്ട് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. കോഴിക്കോട് ഉള്ളവരും ഒരുവിധം പുറമെയുള്ള ആൾക്കാർക്കൊക്കെ അറിയുന്നതാണ് തളിക്ഷേത്രം. അമ്പലത്തിൽ നന്നായി തൊഴുതു ഞങ്ങൾ. കാരണം മോൻ പാൻ്റായിരുന്നു ഇട്ടിരുന്നത്, അപ്പം മോൻ വന്നില്ല, മോൻ കാറിൽ തന്നെ ഇരുന്നു. ഞാനും ഹസ്ബൻഡും കൂടി പോയി പ്രാർത്ഥിച്ച്. പിന്നെ ചെറുങ്ങനെ മഴ നന്നായി, ആ സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് തൊഴുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല, കുട എടുത്തിട്ടുമില്ലായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ചുമരിൻ്റെ ഓരം ചേർന്ന് അങ്ങനെ ചുറ്റി പോയി പ്രാർത്ഥിച്ചു. തിരിച്ച് വരുന്ന ഭാഗമാണ് കേട്ടോ അത്. ഇത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പോയത് ബീച്ചിലോട്ടായിരുന്നു കേട്ടോ. ബീച്ചിലോട്ട് പോകാൻ മഴയായതുകൊണ്ട് ആയതുകൊണ്ട് നന്നായി മഴ പെയ്യും. ഞങ്ങൾ കുറച്ച് നേരം കാറിലിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ബീച്ചിൽ പോയിരിക്കുക എന്ന് പറഞ്ഞാൽ. ഞാൻ എപ്പോഴും പോയിരിക്കുന്ന ഒരു സ്ഥലമാണ് ബീച്ച്. അപ്പം എപ്പോഴും ഞങ്ങൾ പുറത്തേക്ക് പോകുകയെന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം എൻ്റെ വായിൽ ഒരു ബീച്ച് എന്നാണ്. അപ്പം എത്ര കണ്ടാലും മതിവരാത്ത ഒന്നല്ലേ നമ്മുടെ ബീച്ച്. എത്ര കണ്ടാലും അതിൻ്റെ ആ ഒരു ഭംഗി എനിക്ക് എല്ലാവർക്കും അങ്ങനെയാണോന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിൽ പോയിരിക്കാൻ. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നു. ഇപ്രാവശ്യം എന്താ അറിയില്ല, കാരണം മഴയായതുകൊണ്ട് കുറച്ചേ പറ്റുള്ളൂ. കാരണം ഞങ്ങൾ കുറേ നേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ മഴയായതുകൊണ്ട് വേഗം അവിടെ നിന്ന് തിരിച്ചു. കുടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുടയൊക്കെ കാറിലുണ്ടായിരുന്നു. പക്ഷേ ബീച്ചിൽ നിൽക്കുമ്പോൾ അങ്ങനെ ആസ്വദിക്കുമ്പോൾ ആ കുടയൊക്കെ പിടിച്ചിങ്ങനെ അത് ആസ്വദിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കാറ്റ് വരുമ്പോഴാണെങ്കിൽ കുടയൊന്നും ഒരു കാര്യമില്ല, കുടയൊക്കെ മറിഞ്ഞു പോകും. പിന്നെ തല മുഴുവൻ കുളിക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ വേഗം തിരിച്ചു പോന്നു. പിന്നെ മോനൊരു ഫോൺ നോക്കാൻ വേണ്ടിയിട്ട് അവന് ഏതൊരു ഷോപ്പിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചുറ്റിക്കളിച്ച് അവസാനം ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്ത് ഫുഡെല്ലാം കഴിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. ഇതൊക്കെയായിരുന്നു കേട്ടോ ഹസ്ബൻഡിൻ്റെ പിറന്നാളിൻ്റെ ആഘോഷങ്ങളെന്ന് പറയാനുള്ളത്. ഞാൻ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറീൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം എൻ്റെ ഒരു 2 വീലർ വാങ്ങിയത് ഈ ഷോപ്പിൽ നിന്നായിരുന്നു കേട്ടോ. ഈതറിൻ്റെ കമ്പനി ഇവിടെയാണ് കേട്ടോ വരുന്നത്, ക്രിസ്ത്യൻ കോളേജിൻ്റെ അടുത്തുള്ള. അവിടെ നിന്നായിരുന്നു എൻ്റെ വണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളുടെ പോകുന്ന ഈ ഭാഗത്തുള്ള ബിൽഡിങ്ങിലാണ് ഞങ്ങളുടെ ഡാൻസ് ക്ലാസ് വരുന്നത്. ചിദംബരം ഡാൻസ് അക്കാദമി ഇവിടെയാണ് ബിൽഡിങ്ങിലാണ് കേട്ടോ, ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ മോന് ഞാൻ പറഞ്ഞല്ലോ ഫോൺ നോക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഹസ്ബൻഡും അവനും കൂടിയാണ് പോയത്. നമുക്ക് പിന്നെ ഫോണിനെ പറ്റി വലിയ ആയിട്ടൊന്നും അറിയില്ല. അപ്പം പിന്നെ അവർ രണ്ടാളും കൂടി പോയി ഫോണൊക്കെ നോക്കി വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഉണ്ടായത്. വേറെ അങ്ങനെ വിശേഷിച്ച് അങ്ങനത്തെ ഒരു കേക്ക് കട്ടിങ്ങോ അങ്ങനെ ഒന്നും ഉണ്ടായില്ല കേട്ടോ പിറന്നാളിന്. അപ്പോൾ ഇവിടെ നിന്നായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചത്. സാഗർ ഹോട്ടൽ നമ്മുടെ കോഴിക്കോട്ടുകാർക്കും ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നൊരു ഹോട്ടലാണ് സാഗർ. അവിടെ നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചിരുന്നത്. പേരകളിൽ ഇപ്രാവശ്യം പോകാൻ കഴിഞ്ഞില്ല, കാരണം ഞാൻ പറഞ്ഞില്ലേ അവന് ഫോൺ നോക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ അതിലേ അങ്ങ് ചുറ്റി ക്രിസ്ത്യൻ കോളേജിൻ്റെ അപ്പുറത്ത് കൂടെ അങ്ങനെ വന്നതിന് കഴിഞ്ഞപ്പം പിന്നെ അങ്ങോട്ടേക്ക് വേറെകൻ്റെ ഭാഗത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞ് പിന്നെ അതിലേ ഇങ്ങനെ പോന്നു. അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ രണ്ടാമതും ബേബീൻ്റെ അവിടെ നിന്ന് യൂട്ടേൺ എടുത്ത് അങ്ങനെയാണ് സാഗറിൽ കയറുണ്ടായത്. അങ്ങനെ സാഗറിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ച് പിന്നെ തൊണ്ടയാടുണ്ടല്ലോ ഫലൂദ നേഷൻ, അവിടെ ഫലൂദ കഴിക്കാൻ കയറണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പൊടി സ്ഥലമില്ല വയറിലോട്ട്. പിന്നെ അത് ഞങ്ങൾ അങ്ങോട്ട് ഒഴിവാക്കി ഫലൂദ കഴിക്കുന്നത്. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിറന്നാളിൻ്റെ കുഞ്ഞാഘോഷം കേട്ടോ. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ വീടെത്തി കേട്ടോ. അപ്പോൾ ഇനി ഞാൻ സ്ഥിരം പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.